ഒരു തലവേദന പിടിച്ച ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കഥയും മനസ്സിലാകാതെ ചുമ്മാ എല്ലാ ടാസ്കുകളെയും പോലെ തന്നെ എല്ലാവരും ഈ ഒരു ടാസ്കിനെ സമീപിച്ചു. അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് പറയുന്നതിന് മുന്നേ ഈ ഒരു വാക്ക് ശരിക്കും ലാലേട്ടൻ പറഞ്ഞിട്ടാണ് പോയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ബിഗ് ബോസ് വീടെന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപതികളുടെ കയ്യിലേക്ക് മാറുമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടാസ്ക് അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടാകും എന്ന് കരുതിയതേ ഇല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിന്റെ സ്വേച്ഛാധിപതികൾ എന്ന് പറയുന്നത് ആര്യനും ജിസയിലും ആയിരുന്നു. പക്ഷെ ആര്യനെ എന്തായാലും ഈ ഒരു കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ് കൂടി എല്ലാവരും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്ന് നടന്ന ലൈവിൽ നടന്ന ആ ഒരു ടാസ്ക്, സ്വേച്ഛാധിപതികളെ തെരഞ്ഞെടുക്കുന്ന ടാസ്ക്, 2 പേർക്ക് സ്വേച്ഛാധിപതികളാകാൻ സാധിക്കും. എന്താണ് ഈ സ്വേച്ഛാധിപത്യം എന്നുള്ളത് എല്ലാവരും ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെയുള്ള എല്ലാവരും ആ ടാസ്ക് എങ്ങനെയാണ് ടാസ്കിൽ പങ്കെടുത്തതെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ജിസേൽ അതിനെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ജിസേൽ എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ഡിക്റ്റേറ്റർഷിപ്പ് ആകും, അല്ലെങ്കിൽ ഡിക്റ്റേറ്ററിസം എന്ന് പറയുന്നതാണ് ആ സ്വേച്ഛാധിപത്യം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ആര്യൻ അതിനെ നാർസിസവും ഫാസിസവും എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് വേറെ എന്തൊക്കെയോ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവം നിയമത്തിന് മുകളിൽ ഒരു ഭരണം കയ്യിലെത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അത് അവിടെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതിന്റെ കംപ്ലീറ്റ് അധികാരം നിങ്ങളിലേക്ക് വരും, പണിപ്പുരയുടെ വരെ അവകാശവും അധികാരവും നിങ്ങളിലേക്ക് വരും. അത് തന്നെയാണ് ഈ സ്വേച്ഛാധിപതി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആൾക്ക് എല്ലാം ഭരിക്കാം, ആളുടെ മാത്രം തീരുമാനത്തിലായിരിക്കും. ഒരു ഭയങ്കര ഒരു ഓട്ടോണമി വരും, ആളായിരിക്കും അത് തീരുമാനിക്കുന്നത് എന്ന ലെവലിലേക്ക്. ബാക്കി എല്ലാവരും അവിടെ ഇപ്പം സ്വേച്ഛാധിപതി ആയിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്ക് തീരുമാനിക്കാം ഇവരെങ്ങനെ പെരുമാറണം, ഇവരെത്ര കഴിക്കണം, ഇവരെന്തെടുക്കണം എന്നുള്ള ലെവലിലേക്ക്. അതിനേക്കാണ് ഈ ഒരു മത്സരം കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിനകത്ത് എന്തോ ട്വിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ സീസൺ കണ്ടിട്ട് അതേ കണക്കുള്ള ടാസ്കുകളൊക്കെ ആണെന്ന് ഒന്നും ഗസ് ചെയ്യാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് ടൈം ആ ഒരു പണിപ്പുര ടാസ്കിനകത്ത് നമുക്ക് എല്ലാം, അതായത് ബിഗ് ബോസും ഈ മത്സരാർത്ഥികളും തമ്മിലൊരു ഫൈറ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടാസ്കുകൾ പോലും ബിഗ് ബോസ് വളരെ ക്ലെവറായിട്ട് കൊണ്ടുപോവുകയാണ്. ഓരോ കുഴിക്കകത്ത് ഇവരെ കൊണ്ടുവന്ന് ഇടിയിക്കുകയാണ്. ശരിക്കും അവിടെ എനിക്ക് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന തോന്നുന്നത്, ഈ ഒരു ടാസ്ക് നല്ല രീതിയിൽ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ തുടക്കം അനീഷ് ആയിരുന്നു വലിയ ആക്റ്റീവായിട്ട് വന്നത്. പക്ഷെ അനീഷിനോട് അവർ ചോദിച്ച ചോദ്യങ്ങളായിക്കോട്ടെ, അനീഷിന് കൊടുത്ത സമയമായിക്കോട്ടെ, അനീഷ് ആ സമയത്തിനകത്ത് നിന്ന് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ, ഒന്നും പറഞ്ഞെത്തിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ തവണത്തെയും പോലെ അനീഷ് കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു. പിന്നെ നന്നായിട്ട് സംസാരിച്ചതിൽ ബിന്നി ഉണ്ടായിരുന്നു. പക്ഷെ ബിന്നി ഈ ചോദ്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഏറ്റവും നന്നായിട്ട് എനിക്കും സംസാരിച്ചു എന്ന് തോന്നിയത് അനുമോളുടെ കേസാണ്. അനുമോളോട് ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് കൂടുതലായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഒരു ആര്യനെ പോലൊരു വ്യക്തിയെ പ്രണയിക്കാനാണോ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഒന്നും ഇല്ലാതെ എല്ലായിടത്തും കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിലപാടില്ലാത്തത് കൊണ്ടും ധൈര്യമില്ലാത്തത് കൊണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ ഓരോ കോപ്രായം കാണിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് കുറെ ചോദ്യങ്ങൾ ഒറ്റ ചോദ്യമാക്കി ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ ഒരൊറ്റ ചോദ്യമായിട്ട് ചോദിച്ചു. എങ്കിലും അതിനകത്ത് ഒരു കാര്യം എടുത്തു ചോദിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഡിബേറ്റ് കൊടുത്തിരുന്നു. ആ ഡിബേറ്റ് റെന ഫാത്തിമയും അനുമോളും തമ്മിലായിരുന്നു. അത് റെസ്പെക്റ്റിനെ കുറിച്ചായിരുന്നു. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതിൽ അനുമോൾക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അനുമോൾ ഭയങ്കരമായിട്ട് മ്യൂട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലും സംസാരിക്കാൻ കഴിവില്ലാത്ത നിങ്ങളാണോ ഈ ഒരു സ്വേച്ഛാധിപതി ആകാൻ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നന്നായിട്ട് ശബ്ദം ഉയർത്തി. അന്ന് ആ കണ്ട ഡിബേറ്റിൽ കണ്ട അനുമോളെ ആയിരുന്നില്ല, വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആര്യനെതിരെ സംസാരിച്ചതാണ്. ഒരു 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുക്കനെ 30 വയസ്സുകാരിയായിട്ടുള്ള ഞാൻ പ്രേമിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ പ്രേമിക്കുകയാണെങ്കിൽ തന്നെ, അതായത് ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ വീണ്ടും ഒരു വോയിസ് ഇങ്ങനെ റൈസ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അഥവാ ഞാൻ പ്രേമിക്കുകയാണെങ്കിൽ ഒരു ഫാമിലി മാനെ മാത്രമേ പ്രേമിക്കൂ, അല്ലാതെ ഈ ഒരു ആര്യനെ പോലൊരാളെ എടുക്കത്തില്ല എന്നും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആര്യനുമായിട്ടൊരു ലവ് ട്രാക്ക് ഉണ്ട് എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും അങ്ങനെ ഒരു കാര്യം അനുമോൾ ചിന്തിക്കുന്നില്ല. പിന്നെ അവിടെ എന്തെങ്കിലും ഒരു ഫണ്ണ് കാണിക്കാൻ എന്തായാലും കാണിക്കും. കാരണം എന്ന് വെച്ചാൽ വന്ന ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അനീഷിന്റെ അടുത്ത് വളരെ റൊമാൻറ്റിക് ആയിട്ട് തമാശ കാണിച്ചൊരു വ്യക്തിയാണ് അനുമോള്. പിന്നെ സ്റ്റാർ മാജിക്കിലാണെങ്കിൽ തന്നെ നമുക്കറിയാം ആളൊരു ലവ് ട്രാക്ക് പിടിച്ചൊക്കെ തന്നെയാണ് ആ സ്റ്റാർ മാജിക് ഓഡിയൻസിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരുടെ ഗെയിമും അല്ലെങ്കിൽ സ്ട്രാറ്റജിയും തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഈ കാര്യം ചോദിച്ചപ്പോൾ ഭയങ്കര പഞ്ചോട് കൂടി അത് അനുമോള് പറഞ്ഞത് ഭയങ്കര അപ്രിഷിയേറ്റബിൾ ആണ്. പിന്നെ ജിസേല് അനുമോളുടെ സംസാരത്തിന്റെ ഇടയിൽ ജിസേല് മാത്രമല്ല ഒരുപാട് പേര് എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ
ചപ്പാത്തിക്കള്ളി എന്ന് ഉറക്ക ജിസേൽ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നീ ഒരു കാപ്പിക്കള്ളിയാണ് എന്ന് അനുമോൾ പറഞ്ഞില്ല. പകരം അതെ, നിങ്ങൾ എന്നെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചു, ഞാൻ പക്ഷെ ലാലേട്ടന്റെ മുന്നിൽ അത് തെളിയിച്ചു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ ആ ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അനീഷിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചധികം എന്താ പറയാ, മറ്റുള്ളവർ അനീഷിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്തത് അവിടെയാണ്. അതായത് ഈ പറയുന്ന 15 പേരുടെ സംസാരങ്ങളിൽ നിന്നും 6 പേരെ ചൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 2ാം ഘട്ടം ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു 3ാം ഘട്ടവും ഉണ്ടായിരിക്കും. ആദ്യ ഘട്ടമാണ് ഈ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പണി ഒളിഞ്ഞിരിപ്പുണ്ടോ, അത് 7ന്റെ പണി ആകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാനേ പറ്റൂ. തൽക്കാലം നമുക്ക് പറയാം, ഈ സംസാരിച്ചതിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്തു. പക്ഷെ ഈ 6 പേരിൽ അനീഷ് ഉൾപ്പെട്ടില്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം മനഃപൂർവ്വമായിട്ട് അനീഷിനെ എല്ലാവരും ഒഴിവാക്കി. എല്ലാവർക്കും അനീഷിന്റെ സ്വേച്ഛാധിപത്യം അത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അനുമോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് കൈ ഉയർത്തി, അത് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. എന്നാൽ ആര്യൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ സ്വേച്ഛാധിപതികളായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോൾ, ശൈത്യ, ജിസേൽ, നെവിൻ, ഒനീൽ, അഭിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പേരുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് ഒനീലിന് ആ സപ്പോർട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. അതിന് പകരം ആ റെനയ്ക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം റെന ശരിക്കും പറഞ്ഞാൽ ഒരു ഫൺ സൈഡ് അല്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റിംഗ് സൈഡ് ഉണ്ടെങ്കിലും ആൾ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് ഒഴിച്ചാൽ റെന കുറേ അധികം ക്ലെവറാണ്, ഒരു ബുദ്ധിയുള്ള കുട്ടി തന്നെയാണ്. അപ്പം റെന ആ ഒനീലിനെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് റെന പറയുന്നുണ്ട്, ദിസ് ഇസ് നോട്ട് ഫെയർ എന്നുള്ളത് റെന മാത്രമായിരുന്നില്ല, അനീഷും പറയുന്നുണ്ട്. ഈ ഒനീലിനെയൊക്കെ സ്വേച്ഛാധിപതിയാക്കിയുള്ള അവസ്ഥ ജിസേൽ പെട്ട്, അത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ ഈ സീസൺ തുടങ്ങിയിടം തൊട്ടേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ജിസേലിനെ വണം പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒനീൽ. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഹൗസിലുള്ള എല്ലാവരും ആ ജയിൽ ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒനീലിനെ കളിയാക്കിയിട്ടുണ്ട്. അക്ബർ അങ്ങനെ ഒരു പാട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ഇപ്പൊ വന്നിരിക്കുന്നതിൽ ശൈത്യ, അനുമോൾ, ജിസേൽ, നെവിൻ, ഒനീൽ, അഭിയാണ്. ഇതിൽ ആരായിരിക്കും അടുത്ത ഘട്ടത്തിൽ ജയിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അത് മാത്രമല്ല, ഇനി അനീഷ് ഇതിനകത്ത് എന്ത് പണി കൊടുക്കും എന്നുള്ളത് അറിയാം. ശരിക്കും പറഞ്ഞാൽ അനീഷിന് ആ ഗെയിം തുടക്കം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ നല്ല വിഷമമുണ്ട്. കാരണം ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കാൻ ഒരു പക്വത കാണിക്കുന്ന, ഡിസിപ്ലിൻ കാണിക്കുന്ന ഒരു വ്യക്തി അനീഷാണ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ഈ ഒരു സ്വേച്ഛാധിപതി അത് എവിടെ എത്തി നിൽക്കും. പണിപ്പുര ടാസ്ക് ഒക്കെ ഇവരുടെ കയ്യിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. ജിസേൽ മിക്കവാറും മേക്കപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഈ പണിപ്പുര ടാസ്ക് എല്ലാം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ടാസ്കിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ലേ തന്നെയും ബിഗ് ബോസിന്റെ കപ്പടിക്കാൻ വേണ്ടി മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളാണ് ജിസേൽ. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.